അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുതുബിയത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഖുതുബിയത്ത് അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാരി മഹാനവരുടെ ക്രോഡീകരിച്ചതായിട്ടാണ് അറിയപ്പെടുന്നത്. മഹാനവറുകൾ ഖുതുബിയത്തിന്റെ ഖസീദ ആ ബൈത്ത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ മഹാന്മാർക്ക് ഫാത്തിഹ ഓതുന്നതും ശേഷമുള്ള ദുആകളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ മഖ്ദൂമി അൽ ഫന്നാനി. ഖാദിരിയ ത്വരീഖത്തിന്റെ വലിയ ഷെയ്ഖാണ്. ഉളിയിൽ എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ്, വലിയ മഹാനാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. സദഖത്തുല്ലാഹിൽ ഖാരി റളിയല്ലാഹു അൻഹു കായൽ പട്ടണം എന്ന പ്രദേശത്ത് ജനിച്ചു. തമിഴ്നാട്ടിലെ കീലക്കരയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാരി റളിയല്ലാഹു അൻഹു വലിയ വലിയാണ്. മഹാനവരുടെ സദസ്സിലേക്ക് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളായ ആളുകളും പല ആവശ്യത്തിന് വേണ്ടി വരും. മഴയില്ലാതെ പ്രയാസപ്പെട്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് പറയുമ്പോൾ മഹാനവരുടെ ഔത്രത്തിലേക്ക് മീകായിൽ അലൈഹി സ്വലാം വന്നു. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. വിട്ടുപിരിഞ്ഞ ഉടനെ തന്നെ മഴ പെയ്തതായ സംഭവങ്ങൾ, ചരിത്രങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കറാമത്താണ്. അങ്ങനെയുള്ള വലിയ മഹാനാണ് ഈ ഖുതുബിയത്ത്. അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ ഇവരൊക്കെ അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഖുതുബിയത്ത് അന്ന് ഉണ്ടാക്കാനുള്ള കാരണം പ്ലേഗ് രോഗങ്ങളും ബാസൂർ രോഗങ്ങളെ കൊണ്ട് മനുഷ്യൻ മരിച്ചു വീഴുന്ന ഒരവസ്ഥ. COVID-19 പോലെ തന്നെ കൊറോണ പോലെ തന്നെ മരിച്ചു വീഴുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോ അന്ന് സംവിധാനങ്ങളൊക്കെ കുറവാണല്ലോ. ആ സമയത്താണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഒരു ഖുതുബിയത്ത് സംഘടിപ്പിച്ചത്. അങ്ങനെ വിഷമങ്ങൾ അകറ്റുകയും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഖുതുബിയത്ത് സംഘടിപ്പിക്കാനുള്ളതിന്റെ രഹസ്യം അതാണ്. അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖ് ജീലാനി തന്നെ മഹാനവറുകൾ തന്നെ പറഞ്ഞ ഒരു വിഷയമാണ്. മനിസ്തഗാസ ബി ഫി ഖുർബത്തിൻ, വിഷമഘട്ടത്തിൽ എന്നോട് സഹായം ചോദിച്ചാൽ, ഒമൻ നാദാനി ബി ഇസ്മി ഫി ഷിദ്ദത്തിൻ, വല്ല പ്രയാസമുണ്ടെങ്കിൽ എന്റെ പേരുകൊണ്ട് വിളിച്ചാൽ ഫറജത്തു അന്നു, ഞാൻ നീക്കി കൊടുക്കാം. ഒമൻ തവസ്സല ബിഹി ഇലല്ലാഹി ഫി ഹാജത്തിൻ ഖളൈതുഹു ലഹു, വല്ല ആവശ്യത്തിലും എന്നെ കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് വിടിക്കൊടുക്കാം എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരാളുകളും ചോദിക്കാറുണ്ട്, ഈ ഖുതുബിയത്ത് ഷെയ്ഖ് ജീലാനി തങ്ങളെ വിളിച്ചുകൊണ്ട് മാത്രം എന്തേ നടത്തുന്നത്? മടവൂർ ഖുതുബിയത്ത് നടത്തിക്കൂടെ? ഈസാ നബി ഖുതുബിയത്ത് നടത്തിക്കൂടെ? താജുൽ ഉലമ ഖുതുബിയത്ത് നടത്തി? ഓരോ ഖുതുബിയത്തൊന്നും നടത്താതെ വെറും കേവലം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഖുതുബിയത്ത് മാത്രം എന്തേ നടത്തുന്നത്? അതിന്റെ ഉദ്ദേശം, ഈ ഖുതുബിയത്തിന് കൊണ്ടുള്ള ഉദ്ദേശം മഹാന്മാരെ വിളിച്ച് സഹായം തേടുക എന്നുള്ളതാണ്. ഇപ്പൊ ഇനി ഒരാള് ഇസ്ലാമിന്റെ വിധി എന്താണ്? മരിച്ചവരോടോ ഹയാത്തുള്ളവരോടോ മഹത്തുക്കളായ ആളുകളോട് ഇസ്തിഗാസ ചെയ്താൽ, അല്ലെങ്കിൽ സഹായം തേടിയാൽ, അല്ലെങ്കിൽ തവസ്സുൽ ചെയ്താൽ അത് ഷിർക്കല്ല, ജായിസാണ് എന്നുള്ള ഇസ്ലാമിന്റെ വിധിയാണ്. ഇനി ഈസാ നബിനെ വിളിച്ച് സഹായം തേടി, അല്ലെങ്കിലോ താജുൽ ഉലമയെ വിളിച്ച് സഹായം തേടി, അല്ലെങ്കിൽ വേറെ ഔലിയാക്കന്മാരെ വിളിച്ച് സഹായം തേടിയാൽ അതൊന്നും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഷിർക്കല്ല, ജായിസാണ് എന്നാണ് വിധി. പിന്നെ എന്തുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഖുതുബിയത്ത് അല്ലെങ്കിൽ ഒരു സഹായതേട്ടം എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. അതിന്റെ മറുപടി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങള് പ്രത്യേകം വസിയ്യത്ത് ചെയ്തത് കൊണ്ടാണ് ഈ ഖുതുബിയത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ മഹാനവരെ വിളിച്ച് ഞങ്ങൾ സഹായം തേടുന്നത്. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഷെയ്ഖ് അവറുകള് അന്നത്തെ കാലഘട്ടത്തിൽ വലിയ ഖുതുബാണ്. എത്രയോ ആയിരക്കണക്കിന് കറാമത്തുകൾ പരസ്യമായി തന്നെ അനിഷേധ്യമായി തന്നെ കാണിച്ച വലിയ മഹാനാണ്. അപ്പോൾ ശിഷ്യന്മാരായ ആളുകളും മുരീദുകളായ ആളുകളും മുരീദന്മാരും അവിടുത്തെ വിട പറയുന്നതിനെ കൊണ്ട് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങൾ വഫാത്തായി പോയാൽ വല്ലാത്ത പ്രയാസമാണ് ഞങ്ങൾക്ക്, പിന്നെ ആരാണ് ഉള്ളത്, ഞങ്ങൾക്ക് താങ്ങും തണലും ആരാണ് ഉള്ളത് എന്ന് ശിഷ്യന്മാരും മുരീദന്മാരുടെ വിഷമങ്ങളെ കണ്ടുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ വഫാത്തായി പോയാലും എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ സഹായം
സഹായം തേടുകയാണെങ്കിൽ പ്രത്യേകം എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒമയ്യുനാദി അൽഫം ബി ഖൽവത്തിഹി അസ്മം ബി ഹിമ്മത്തിഹി സർമൻ ലി ഖഫവത്തിഹി, മനക്കരുത്തോടുകൂടെ നിഷ്കളങ്കമായി എന്നെ വിളിച്ചാൽ, അതും 1000 വട്ടം വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് ശൈഖ് ജീലാനി തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ശൈഖ് ജീലാനി തങ്ങൾ തന്നെ ഓപ്പണായി പറഞ്ഞതാണ്. മനിസ്തഗാസ ബി ഫി കുർബത്തിൻ, വിഷമഘട്ടത്തിൽ എന്നോട് സഹായം തേടിയാൽ, ഒമൻ നാദാനി ബി ഇസ്മി ഫി സിദ്ദത്തിൻ, പ്രയാസഘട്ടത്തിൽ എന്റെ പേര് വിളിച്ചാൽ, ഫറജ്തു അൻഹു, ഞാൻ അത് അകറ്റിത്തരാം. അതുപോലെ തന്നെ ഒമൻ തവസ്സല ബിഹി ഇലല്ലാഹി ഫി ഹാജത്തിൻ ഖളൈതുഹു ലഹു, വല്ല ആവശ്യത്തിലും എന്നെ കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്താൽ ഞാൻ അത് വീടിക്കൊടുക്കാം. ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രത്യേകം മുരീദുകളോടും ശിഷ്യന്മാരോടും വസിയ്യത്ത് ചെയ്തതുകൊണ്ടാണ് ആ ശൈഖ് ജീലാനിനെ 1000 വട്ടം വിളിച്ചുകൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. എന്നല്ലാതെ സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു കിനാവ് കണ്ടിട്ടുണ്ടാകാം, അത് പറഞ്ഞിട്ടുണ്ടാകാം, ഞങ്ങൾക്കത് മതി. സദഖത്തുല്ലാഹിൽ കാഹിരിയും വലിയ പണ്ഡിതനും സൂഫി വര്യനും വലിയുമാണ്, ഞങ്ങൾക്ക് മതി. ഏതായാലും ശൈഖ് ജീലാനി തങ്ങളെ ശിഷ്യന്മാരായ ആളുകളോട് മുരീദന്മാരോട് പ്രത്യേകം വസിയത്ത് ചെയ്തതുകൊണ്ടാണ് ശൈഖ് ജീലാനി തങ്ങളുടെ ഖുതുബിയത്ത് നടത്തുന്നത്, അഥവാ അവരെ പേര് വിളിച്ചുകൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നത്. അതിൽ ഇസ്ലാമിൽ വിരോധമില്ല. ഹുസൈൻ സലഫിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്ക്, അതൊരു ഭാഗം നിങ്ങൾ കേട്ടു നോക്കൂ. ഹുസൈൻ സലഫി ആ കിനാവ് കണ്ട വിഷയവും സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. അതൊന്നും പ്രശ്നമല്ല. മൂപ്പർക്ക് പ്രശ്നം എന്താണ്? മഹാന്മാരെ വിളിച്ച് സഹായം തേടുക എന്നുള്ളത് ശിർക്കാണ്. അതുകൊണ്ടാണ് ഖുതുബിയത്തിന് വിമർശിക്കുന്നത്. അദ്ദേഹം അതിനിക്ക് കാരണം പറയുന്നത് റസൂലുള്ള പറഞ്ഞു കൊടുത്തതുപോലെ ഇരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത് തന്നെയാണ്. മഹാന്മാരെ വിളിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. ആ ഭാഗത്തിലേക്ക് ഞാൻ കടക്കാം. അതിന്റെ മുമ്പായി നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഖുതുബിയത്തെന്ന് പറയുമ്പോ മുത്തു മുസ്തഫ സഹാബത്തിന് ചൊല്ലിക്കൊടുത്തതാണെന്ന ധാരണയൊന്നും വേണ്ട. ഇതുണ്ടായത് എങ്ങനെയാണെന്ന് കേട്ടോ. ജീലാനിയുടെ ഖബർ സന്ദർശിക്കാൻ ഇവിടുന്ന് പോയതാ. അയാളെ കാണാൻ പറ്റിയില്ല, ശൈഖ് ജീലാനിയെ കാണാൻ പറ്റിയില്ല. അപ്പൊ ശൈഖ് ജീലാനി സ്വപ്നത്തിൽ വന്നിട്ട് ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരിയോട് ഒരൊറ്റ ചോദ്യം. എന്താ ചോദ്യം? എന്റെ പിതാമഹനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അനേകം മദ്ഹീതങ്ങൾ എഴുതിയിട്ടുള്ള താങ്കൾ എന്നെ മറന്നുപോയോ? എന്തേ നിങ്ങൾ മുത്തു മുസ്തഫാനെ പറ്റിയൊക്കെ ഒരുപാട് ബൈത്ത് എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങളെന്താ എന്നെക്കുറിച്ചൊരു മദ്ഹറക്കാത്തത്? നിങ്ങളെന്താ എന്നെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കാത്തത് എന്ന് ജീലാനി ആവശ്യപ്പെട്ടു പോലും ഇല്ല ഇല്ല. നമ്മൾ മനസ്സിലാക്കിയ ജീലാനി അത് ആവശ്യപ്പെടുന്നയാളല്ല. എന്നെ മദ്ഹ് ചെയ്യാൻ ആളെ ഏൽപ്പിക്കുന്ന ഏർപ്പാടാക്കുന്നയാളല്ല. മദ്ഹ് പറയുന്നവൻ തന്റെ മുഖത്ത് നോക്കിയിട്ട് ഇല്ലാത്ത മദ്ഹ് പറയുമ്പോ അവന്റെ മുഖത്തേക്ക് ഇതാണ് ഹുസൈൻ സലഫിന്റെ പ്രസംഗത്തിന്റെ ഭാഗം. അദ്ദേഹം കിനാവിലൂടെ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ സദഖത്തുല്ലാഹിൽ കിനാവില് ഇബ്ലീസും വന്ന് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞത്. അതല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. മഹാന്മാരെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഹദീസ് എത്രയോ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതായി കാണാം. ജാമിഉൽ ഹദീസിലും പലതിലും കാണാം. ഖാല റസൂലുള്ളാഹി അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദം ഫതലത് ദാബത്തു അഹദികും ബി അർളിൻ ഫലാത്തിൻ. പണ്ടത്തെ വാഹനമാണല്ലോ ഒട്ടകം. നിങ്ങളുടെ മൃഗം യാത്ര ചെയ്യുന്നത് ഒട്ടകത്തും കുതിരപ്പുറത്തുമാണ്. ആ ആരുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നിങ്ങളെ വാഹനം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ്? പണ്ടൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ CC ക്യാമറ ചെക്കിങ് ചെയ്യാം, ഗൂഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫോൺ വിളിക്കാൻ കഴിയും, അതുപോലെ തന്നെ പല സംവിധാനങ്ങളും. അന്നൊന്നും ഒരു സംവിധാനവും ഇല്ലാത്ത കാലഘട്ടത്തിൽ വിശാലമായ മരുഭൂമിയിൽ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഫൽ യുനാദി, അവൻ വിളിക്കട്ടെ, യാ ഇബാദല്ലാഹ് ഇഹ്ബിസൂ, ഓ അള്ളാഹുവിന്റെ അടിമകളെ ഒന്ന് സഹായിച്ചോളൂ, ഒന്ന് എനിക്ക് തിരിച്ചു തന്നോളൂ, അതിനെ പിടിച്ചു നിർത്തിക്കോളൂ. യാ ഇബാദല്ലാഹ് ഇഹ്ബിസൂ, അള്ളാഹിന്റെ അടിമകളെ ഒന്ന് സഹായിക്കൂ എന്ന് നിങ്ങൾ വിളിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ ആരുമില്ല, ഒരൊറ്റ ജനങ്ങളുമില്ല, ഒരൊറ്റ മനുഷ്യന്മാരുമില്ല, മറിച്ച് മൊബൈൽ സംവിധാനങ്ങളും ഇല്ല. ആ ഇല്ലാത്ത സ്ഥലത്ത് അള്ളാഹിന്റെ അടിമകളെ നിങ്ങൾ സഹായിക്കൂ എന്ന് നിങ്ങൾ വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ശേഖനെ വിളിക്കാം, ബദരീങ്ങളെ വിളിക്കാം, ജിന്നികളെ വിളിക്കാം, മലക്കുകളെ വിളിക്കാം, ആരുമുണ്ടാകാം, അള്ളാഹുവിന്റെ അടിമകൾ. ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭൂമിയിൽ അള്ളാഹു എനിക്കുണ്ട് ഹാളിറൻ, അവിടെ ഹാളിറാകുന്നവരുണ്ട്, സയഹ്ബിസൂനഹാ ലഹു, നിങ്ങൾ വിളിച്ചാൽ അവിടെ ഹാളിറായി നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് യാ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്, യാ മുഹ്യിദ്ദീൻ ഷെയ്ഖെ വിളിക്കുന്നത്. അത് 1000 വട്ടമോ 300 വട്ടമോ എത്ര വേണമെങ്കിലും വിളിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഖുത്ബിയ്യത്ത് നടത്താൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. ഖുത്ബിയ്യത്ത് കൊണ്ട് ഉദ്ദേശം എന്താ? മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് സഹായം തേടാ. റസൂലുള്ള പറഞ്ഞു, ആരുമില്ലാത്ത മരുഭൂമിയിൽ നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങൾ വിളിച്ചോ, അള്ളാഹിന്റെ അടിമകളെ സഹായിക്കൂ. ചിലപ്പോൾ മലക്കുകൾ സഹായിക്കാം, ചിലപ്പോ ജിന്നുകൾ സഹായിക്കാം, ചിലപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരുടെ അർവാഹ് അവിടെ ഉണ്ടാകും, അവർ സഹായിക്കും. ഹാളിറൻ, അവിടെ ഹാളിറാകുന്ന ആളുകളുണ്ട്. അതാണ്. മറ്റൊരു ഹദീസ് കാണാം, ഇദാ അവല്ല അഹദുക്കും ഷിയ, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അഹദുക്കും ഗൗസ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ സഹായത്തിന് ഉദ്ദേശിച്ചാൽ, ഒരൊറ്റ മനുഷ്യനും ഇല്ലാത്ത ഒരു ഭൂമിയിൽ, അങ്ങനെ ചില ആൾ വിചാരിക്കണ്ട, ഒരു മനുഷ്യന് പോലും ഇല്ലാത്ത ഒരു മരുഭൂമിയിൽ അവനിക്ക് സഹായം വേണം, അല്ലെങ്കിൽ വല്ലതും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഫല്യഖുൽ, അവൻ വിളിച്ചുകൊള്ളട്ടെ, യാ ഇബാദല്ലാഹ് അഗീസൂനി, ഓ അള്ളാഹിന്റെ അടിമകളെ എന്നെ ഒന്ന് സഹായിക്കൂ. ഇതാരാ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് വിളിക്കണം, അള്ളാഹിനിക്ക് മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം സഹായിക്കണം എന്ന് പഠിപ്പിച്ച നബിയെ തന്നെ, ആ നബി തന്നെ പഠിപ്പിക്കുന്നത് എന്ത്? നിങ്ങൾ ആരുമില്ലാത്ത ഭൂമിയിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിന്റെ അടിമകളെ വിളിച്ച് സഹായം തേടുക. എന്തൊരു വാക്കാണിത്, എന്തൊരു വാക്കാണ്! അഗീസൂനി യാ ഇബാദല്ലാഹ് അഗീസൂനി, 2 വട്ടം വിളിക്കൂ, അള്ളാഹിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കൂ. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, അവിടെ ഞങ്ങൾ കാണാത്ത അള്ളാഹുവിന്റെ ഒരുപാട് അടിമകൾ ഉണ്ടാകാം. അതാണ്, ജിന്നുകളാകാം, മലക്കുകളാകാം, അള്ളാഹുവിന്റെ അർവാഹകളാകാം, ഔലിയാക്കന്മാരുടെ അർവാഹകളാകാം. ജാമിഉൽ അഹാദീസിലേക്ക് ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതിനപ്പുറം എന്താ വേണ്ടത് ഹുസൈൻ സലഫി? ഇതിനെക്കാട്ടും അപ്പുറം എന്താ തെളിവ് വേണ്ടത്? നിനക്ക് ആര് പറഞ്ഞു കൊടുത്തു? ഖുത്ബിയ്യത്ത് നടത്താൻ ആരും ഉണ്ടാക്കിയെന്നല്ല ഹുസൈൻ സലഫിന്റെ രോഗം ഏതാ? മഹാന്മാരെ വിളിച്ച് സഹായം തേടി, അത് പാടില്ല, ശിർക്കാണെന്നാ. അള്ളാഹിനോട് മാത്രം സഹായം തേടണം, അള്ളാഹുവിനിക്ക് മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്ന് പഠിപ്പിച്ച നബി തന്നെ ഇങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്ത് അകപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ച് സഹായം തേടുക. അവിടെ ആരുമില്ലെങ്കിലും അവിടെ ഹാളിറാകുന്ന പല അള്ളാഹുവിന്റെ ആത്മാക്കളും ജിന്നുകളും മലക്കുകളും ഉണ്ടായേക്കാം. ഇനി വേറൊരു തെളിവ് വേണോ? അദബുൽ മുഫ്രദിലും പല കിതാബുകളും പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖനഉ ഖദിറത്ത് റിജ്ലുഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലിന് വേദന അനുഭവപ്പെട്ടു, നടക്കാൻ കഴിയുന്നില്ല. ഫഖീല ലഹു മാ ലിരിജ്ലിക, എന്താ കാലിന് സംഭവിച്ചത്? ഇജ്തമാ അസ്ബുഹ, ഞാടി നരമ്പൊക്കെ പൊടിച്ച് വേദനിക്കുന്നു, നടക്കാൻ കഴിയുന്നില്ല. ഖീല ലഹു, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടു, ഉദ്കുർ അഹബ്ബൻ നാസ് ഇലൈക, ഓ ഇബ്നു ഉമർ തങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഒന്ന് വിളിക്കൂ. ഫഖാല, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചതാരെയാണ്? യാ മുഹമ്മദ്, വഫാത്തായി പോയ മുഹമ്മദ് നബിനെ ഒരൊറ്റ വിളി. ഫബസതഹ, കാൽവേദന മാറി, ഉടനെ തന്നെ നടന്നുപോയി എന്നാ ചരിത്രം പഠിപ്പിക്കുന്നത്. നടന്നു, ഉടനെ തന്നെ മാറി കിട്ടി. അതേ സമയത്ത് അള്ളാഹുവിനെ വിളിച്ചോളൂ എന്നല്ല പറഞ്ഞത്, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലാണ്, വിളിച്ചു, രോഗം മാറി. അതാണ് അവിടുത്തെ പുള്ളിയാകുന്ന, അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു, വിളിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, സഹായിക്കുന്നു. ഇതാണ് ഖുത്ബിയ്യത്തിലുള്ള വിഷയങ്ങൾ. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാം.